പ്രതി മഹേഷിനെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചത്. പരിശോധനയ്ക്കിടയിലാണ് ഡോക്ടറെ മർദ്ദിച്ചത്. അസഭ്യം പറയുകയും ചെയ്തു. പ്രതി മദ്യപിച്ചിരുന്നതായി പോലീസ് വ്യക്തമാക്കുന്നു. മഹേഷിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആദ്യം തലയിലെ മുറിവാണ് ഡോക്ടർ പരിശോധിച്ചത്. അപ്പോഴാണ് തനിക്ക് നെഞ്ചുവേദനയുണ്ടെന്ന് മഹേഷ് വ്യക്തമാക്കിയത്. നെഞ്ച് പരിശോധന നടക്കുമ്പോഴാണ് പ്രതി ഡോക്ടറെ മർദ്ദിച്ചത്. വേദനയുള്ള ഇടത്താണോ അമർത്തുന്നത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അടിച്ചത്. പരിശോധനയുടെ ഭാഗമായാണ് താൻ നെഞ്ചിലമർത്തിയത് എന്ന് ഡോക്ടർ വ്യക്തമാക്കി. ബഹളം വെച്ചാൽ പോലീസിനെ വിളിക്കുമെന്ന് ഡോക്ടർ അറിയിച്ചു. എന്നാൽ മുന്നറിയിപ്പ് പ്രതി വകവെച്ചില്ല. മാത്രവുമല്ല, പുറത്തു കാണാം എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പല മാതാപിതാക്കളുടെയും ഉള്ളിൽ തീയാണ്. അവർ സുരക്ഷിതരായി തിരിച്ചെത്തുമോ എന്ന ആശങ്ക. കാരണം സമീപകാലത്ത് സംസ്ഥാനത്ത് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മലപ്പുറത്തു നിന്നാണ് ഒരു ലൈംഗിക അതിക്രമത്തിൻ്റെ വാർത്ത കേട്ടത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി അതിക്രമിച്ച കേസിൽ ഒരു ഓട്ടോ ഡ്രൈവർ അറസ്റ്റിലായിട്ടുണ്ട്. ആൽബസാർ സ്വദേശി അൻവറിനെയാണ് പോലീസ് പിടികൂടിയത്. താനൂരിൽ വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലാണ് ഓട്ടോ ഡ്രൈവർ ആൽബസാർ സ്വദേശി അൻവർ പിടിയിലായത്. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥിയെ ഓട്ടോറിക്ഷയിൽ പിടിച്ചു കയറ്റി ഉപദ്രവിച്ചു എന്നാണ് പരാതി. താനൂർ SI RD കൃഷ്ണലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്ത ശേഷം പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. ഒരുപാട് തട്ടിപ്പ് കഥകൾ കേട്ടിട്ടുള്ള മലയാളികൾ ഏറെ ഞെട്ടലോടെ കേട്ടൊരു കേസാണ് മോൻസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ്. 2021 സെപ്റ്റംബറിലാണ് മോൻസൺ മാവുങ്കലിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിന്റെ രീതികളും മോൻസൺ മാവുങ്കലിന്റെ ആഡംബര ജീവിതവും ഒക്കെ കൊണ്ട് ഏറെ വാർത്താ പ്രാധാന്യം നേടിയ കേസ്. ആ കേസിൽ ഒരുപാട് പ്രമുഖരുടെ പേരുകളും ഉയർന്നു കേട്ടിരുന്നു. അതിൽ പ്രധാനിയാണ് KPCC അധ്യക്ഷൻ K. സുധാകരൻ. തട്ടിപ്പ് കേസിൽ K. സുധാകരനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ വരുന്ന ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് സുധാകരന് ക്രൈംബ്രാഞ്ച് നോട്ടീസും നൽകിയിട്ടുണ്ട്. സമീപകാലത്ത് കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട പ്രമാദമായ കേസുകളിൽ ഒന്നാണ് മോൻസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസ്. പുരാവസ്തു വിൽപ്പനക്കാരനെന്ന വ്യാജേന വിവിധ ആളുകളിൽ നിന്നും 10 കോടി രൂപയോളം മോൻസൺ മാവുങ്കൽ തട്ടിയെടുത്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2021 സെപ്റ്റംബറിൽ മോൻസൺ മാവുങ്കലിനെ ചേർത്തലയിലെ വീട്ടിൽ നിന്നും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പിനെ കുറിച്ചുള്ള കഥകൾ ഞെട്ടലോടെ മലയാളികൾ കേട്ടത്. അതായത് കൊച്ചി കലൂരിലെ മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ വിവിധ പുരാവസ്തുക്കളുണ്ട് എന്ന രീതിയിൽ പിന്നീട് വാർത്തകൾ പുറത്തു വരുന്നു. ടിപ്പു സുൽത്താന്റെ സിംഹാസനം, മോശയുടെ അംശവടി, ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തപ്പോൾ യൂദാസ് സ്വീകരിച്ച 30 വെള്ളിക്കാശുകളിൽ അതിൽ 2 നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ ഉൾപ്പെടെ തൻ്റെ കൈവശം ഉണ്ട്. നിരവധി, അതായത് ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ടും ചില പുരാവസ്തുക്കൾ തൻ്റെ കൈവശം ഉണ്ട് എന്നായിരുന്നു ഈ മോൻസൺ മാവുങ്കലിൻ്റെ അവകാശവാദം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ഉന്നതരായിട്ടുള്ള സമൂഹത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ, പോലീസ് ഉന്നതർ ഉൾപ്പെടെ മോൻസൺ മാവുങ്കലിന്റെ വീട്ടിലെത്തിയിരുന്നു. ഈ ബന്ധങ്ങളും ഈ ചിത്രങ്ങൾ ഉൾപ്പെടെ മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് ഇയാൾ
വിവിധ ആളുകളിൽ നിന്നും ഇയാൾ പണം തട്ടിയിരുന്നു. മാത്രമല്ല വിദേശത്തു നിന്നും 2,60,60,000 കോടി രൂപയോളം തനിക്ക് ലഭിക്കാനുള്ളത് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് വീണ്ടെടുക്കാൻ വേണ്ടി പണം തിരിച്ചു കിട്ടാൻ വേണ്ടി തനിക്ക് ചില സാമ്പത്തികമായ ആവശ്യമുണ്ട് എന്ന് പലരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു പണം തട്ടിയത്. അതിലിപ്പോൾ ഈ കെ സുധാകരനെതിരെ ആരോപണം വന്നിരിക്കുന്നത്, അതായത് അന്ന് തന്നെ ഈ മോൻസൺ മാവുങ്കലിന്റെ അറസ്റ്റിന് പിന്നാലെ തന്നെ കെ സുധാകരൻ അതോടൊപ്പം സംസ്ഥാനത്തെ ചില പോലീസ് ഉന്നതർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരുന്നു. കെ സുധാകരന്റെ സാന്നിധ്യത്തിൽ 25 ലക്ഷം രൂപ കൊടുത്തുവെന്ന് അനൂപ് എന്നൊരു പരാതിക്കാരൻ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയ പരാതിയിലും അനൂപ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടെയാണ് കെ സുധാകരനും ഈ മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഇടം നേടുന്നത്. കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. അതായത് കെ സുധാകരന്റെ ഈ മോൻസൺ മാവുങ്കൽ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നു. ഇതിനുശേഷം പരാതിക്കാർ കെ സുധാകരന്റെ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തുന്നു. കഴിഞ്ഞ ഒരു വർഷത്തോളം ക്രൈംബ്രാഞ്ച് ഈ തട്ടിപ്പ് കേസിൽ കെ സുധാകരന്റെ പങ്ക് സംബന്ധിച്ച് അന്വേഷിച്ചു വരികയായിരുന്നു. അതിനെ ഒടുവിലാണ് കെ സുധാകരനെതിരെ ഇപ്പോൾ കോടതിയിൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കെ സുധാകരന് ഈ കേസിൽ കൃത്യമായ പങ്കുണ്ട്, ഈ തട്ടിപ്പ് കേസിൽ പങ്കുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കിയിട്ടുണ്ട്, ഈ തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയാക്കിയിട്ടുണ്ട്. ഈ വരുന്ന ബുധനാഴ്ച, അതായത് ഈ മാസം 14-ാം തീയതി കെ സുധാകരനോട് കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കെ സുധാകരൻ ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ₹1 ലക്ഷം കൈക്കൂലി വാങ്ങിയ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനെ സിനിമാ സ്റ്റൈലിൽ പിടികൂടി വിജിലൻസ്. സിനിമാ താരവും വയനാട് വിജിലൻസ് ഡിവൈഎസ്പിയുമായ CB തോമസിന്റെ നേതൃത്വത്തിലാണ് സെൻട്രൽ ടാക്സ് ആൻഡ് എക്സൈസ് വകുപ്പ് സൂപ്രണ്ടിനെ കൈയോടെ പൊക്കിയത്. പിടിയിലായ പ്രവീന്ദർ സിംഗ് ഹരിയാന സ്വദേശിയാണ്. പൊതുമരാമത്ത് കരാറുകാരന് ടാക്സ് തുകയിൽ ഇളവ് നൽകാമെന്ന് പറഞ്ഞായിരുന്നു ഇയാൾ കൈക്കൂലി വാങ്ങിയത്. വയനാട് കൽപ്പറ്റയിലെ പുതിയ ബസ് സ്റ്റാൻഡിന് എതിർവശം മജസ്റ്റിക്കിൽ വെച്ചാണ് കരാറുകാരിൽ നിന്ന് ₹1 ലക്ഷം കൈക്കൂലി വാങ്ങുന്നതിനിടെ CGST SP പ്രവീന്ദർ സിംഗ് പിടിയിലായത്. മാനന്തവാടി കുഴിനിലം സ്വദേശിയായ കരാറുകാരനിൽ നിന്നാണ് പ്രവീന്ദർ സിംഗ് കൈക്കൂലി വാങ്ങിയത്. നികുതി ഇളവിന് അർഹനല്ലെന്നും 10 ലക്ഷം രൂപയും പലിശയും ഉടൻ അടയ്ക്കണമെന്നും കരാറുകാരനെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. 3 ലക്ഷം നൽകിയാൽ നികുതിയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പിന്നീട് വാഗ്ദാനം ചെയ്തു. കരാറുകാരൻ വിജിലൻസിൽ പരാതി നൽകിയ ശേഷം ₹1 ലക്ഷം രൂപയുമായി എത്തുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ കാറിൽ വെച്ച തുക കൈമാറി. 5 lakhs ഇയാൾ അടക്കണം എന്ന് പറഞ്ഞിട്ട് അത് കണ്ടില്ലെന്ന് നടിക്കാം. അതിന് 60%, അതായത് 3 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ്. 5 ലക്ഷത്തിൻ്റെ 60%. അതായത് 2 പ്രാവശ്യമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയിട്ട് 1.5 കൊടുക്കാൻ കാത്തിരുന്നിട്ട് പറ്റിയില്ല. അടുത്ത റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കി. ഹരിയാന സ്വദേശിയാണ് പ്രവീന്ദർ സിംഗ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 വയനാട്. നമ്മുടെ നാട്ടിൽ ഏത് നിയമവിരുദ്ധ ഇടപാടുകൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്ന സ്ഥിതിയായിരിക്കുന്നു. ആലപ്പുഴയിൽ 1 മാസത്തേക്ക് വാഹനം പിടികൂടാതിരിക്കാൻ ദേശീയപാത നിർമ്മാണത്തിന്റെ കരാറുകാരനോട് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത് 25,000 രൂപയാണ്. ആ കരാറുകാരന്റെ പരാതിയിൽ അമ്പലപ്പുഴ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സതീഷിനെ വിജിലൻസ് കൈയോടെ പൊക്കി. ദേശീയപാത 66-ന്റെ 6 പാതയുടെ നിർമ്മാണ കരാർ എടുത്തിരിക്കുന്ന കമ്പനിയുടെ ഉപകരാറുകാരനോട് കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് അമ്പലപ്പുഴ എൻഫോഴ്സ്മെന്റ് വിഭാഗം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ S സതീഷ് പിടിയിലായത്. ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരനോട് 2 തവണയായി 20,000 രൂപ വാങ്ങിയിരുന്ന ഇയാൾ ഓവർലോഡുമായി വരുന്ന ലോറികൾ കടത്തിവിടുന്നതിന് മാസപ്പടിയായി വീണ്ടും 30,000 രൂപ കൂടി ആവശ്യപ്പെടുകയായിരുന്നു. കരാറുകാരൻ വിജിലൻസിനെ അറിയിച്ചതോടെ സതീഷ് നിരീക്ഷണത്തിലായി.
ഇടനിലക്കാരൻ വഴി പണം നൽകണമെന്ന് ഇയാൾ കരാറുകാരനെ അറിയിച്ചു. തുടർന്ന് വൈകിട്ട് പരാതിക്കാരനയച്ച ഏജന്റ് പണവുമായി ഹരിപ്പാടെത്തി തുക കൈമാറുമ്പോഴാണ് അറസ്റ്റ്. ഔദ്യോഗിക വാഹനത്തിൽ യൂണിഫോമിലെത്തിയ സതീഷ് 30,000 ആവശ്യപ്പെട്ടെങ്കിലും വിലപേശി 25,000 കരാറുകാരൻ കുറയ്ക്കുകയായിരുന്നു. ഒരു മാസത്തേക്ക് ലോറികൾ ഓവർലോഡുമായി കടത്തിവിടുന്നതിനായിരുന്നു 25,000 രൂപ. കോട്ടയം, ആലപ്പുഴ വിജിലൻസ് ടീമുകളുടെ സംയുക്ത നിരീക്ഷണത്തിനൊടുവിലാണ് അറസ്റ്റ്. ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരം കരമന കൂടത്തിൽ ദുരൂഹ മരണക്കേസിൽ വീണ്ടും വഴിത്തിരിവ്. നുണപരിശോധനയ്ക്ക് സമ്മതം അറിയിച്ചിരുന്ന 2 പേർ പിന്മാറി. കൂടത്തിൽ തറവാട്ടിലെ ജോലിക്കാരനായിരുന്ന സഹദേവനും മരുമകൻ സെന്തിലുമാണ് കോടതിയിൽ കൂറുമാറിയത്. കോടികളുടെ ആസ്തി ഉണ്ടായിരുന്ന കൂടത്തിൽ തറവാട്ടിലെ പല മരണങ്ങളും സംശയ നിഴലിലാണ്. കൂടത്തിൽ തറവാട്ടിലെ അവസാന കണ്ണിയായ ജയമാധവൻ നായരുടെ ദുരൂഹമരണത്തിലാണ് തറവാട്ടിലെ ജോലിക്കാരായിരുന്ന സഹദേവനും മരുമകൻ സെന്തിലും നുണപരിശോധനയ്ക്ക് സന്നദ്ധത അറിയിച്ചിരുന്നത്. എന്നാൽ കോടതിയിൽ ഇരുവരും നിലപാട് മാറ്റി. ഓട്ടോ ഡ്രൈവർ സുമേഷ് മാത്രമാണ് പരിശോധനയ്ക്ക് വിധേയനാകാൻ സമ്മതമറിയിച്ചത്. തലയ്ക്കു പരിക്കേറ്റ് നിലത്ത് കിടന്ന ജയമാധവൻ നായരെ സഹദേവന്റെയും സെന്തിലിന്റെയും സഹായത്തോടെ സുമേഷിന്റെ ഓട്ടോറിക്ഷയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെന്നാണ് കാര്യസ്ഥൻ രവീന്ദ്രൻ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഓട്ടോ ഡ്രൈവറെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തപ്പോൾ ജയമാധവൻ നായരെ ആശുപത്രിയിൽ എത്തിച്ചതായി മൊഴി നൽകാൻ കാര്യസ്ഥൻ പണം വാഗ്ദാനം ചെയ്തിരുന്നതായി വെളിപ്പെടുത്തി. തന്റെ ഓട്ടോയിലല്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും സുമേഷ് മൊഴി കൊടുത്തു. അതേസമയം സഹദേവനെയും മരുമകനെയും വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ സുമേഷിന്റെ ഓട്ടോയിലാണ് ജയമാധവൻ നായരെ കൊണ്ടുപോയെന്ന നിലപാടിൽ ഉറച്ചു നിന്നു. നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും ഇരുവരും അറിയിച്ചു. ഈ നിലപാടിൽ നിന്ന് ഇവർ പിന്മാറിയതോടെ കേസിൽ വീണ്ടും ദുരൂഹത വർദ്ധിക്കുകയാണ്. കോടികളുടെ ആസ്തി ഉണ്ടായിരുന്ന തറവാട്ടിലെ പല മരണങ്ങളും സംശയനിഴലിലാണ്. ജയമാധവൻ നായർ തയ്യാറാക്കിയതായി പറയുന്ന വിൽപത്രം കൃത്രിമമായി ചമച്ചതാണെന്ന സംശയവും അന്വേഷണ വിധേയമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം അങ്ങാടിപ്പുറത്ത് മോഷ്ടാക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. അങ്ങാടിപ്പുറം മില്ലുപടിയിലെ സിബിയുടെ വീട്ടിലാണ് ഒടുവിൽ മോഷണം നടന്നത്. മോഷണം തുടർക്കഥയായിട്ടും പോലീസ് ഉണരുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. അങ്ങാടിപ്പുറം പരിയാപുരത്ത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് വീടിന്റെ അടുക്കളവാതിൽ തകർത്ത് മോഷണം നടന്നത്. പരിയാപുരം മില്ലുപടിയിലെ സിബിയുടെ വീട്ടിലായിരുന്നു മോഷണം. വീട്ടുകാർ എറണാകുളത്ത് പോയിരുന്ന സമയത്താണ് കള്ളൻ കയറിയത്. പോലീസുമായിട്ട് വന്ന് അകത്ത് കയറിയപ്പോൾ ഉള്ളിലെ കഥമൊക്കെ തുറന്ന് തന്നെ കിടക്കുക. ബെഡ്റൂം ലോക്ക് പൊട്ടിച്ചിരിക്കുകയാണ്. ഒരു ഡോറ് പൊളിച്ചിട്ടുണ്ട്. അലമാരകൾ മുഴുവൻ കുത്തി പിൽക്കാസും കൈക്കോട്ടും ഒക്കെ അകത്തിരിപ്പുണ്ട്. അലമാരകൾ മുഴുവൻ കുത്തി തുറന്നായിട്ടാണ് കാണുന്നത്. 50 പവനോളം സ്വർണം നഷ്ടപ്പെട്ടതായി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. മോഷ്ടാവിന്റേത് എന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്നും പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മലപ്പുറം. കൊല്ലം കടക്കലിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവം ആരെയും ഒന്ന് ഭയപ്പെടുത്തും. വൃദ്ധയുടെ വായിൽ തുണിതിരുകി സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന കേസ്. കഴിഞ്ഞ ദിവസമാണ് കടക്കൽ സ്വദേശിനി ഓമനയുടെ വായിൽ തുണിതിരുകി 5 പവൻ സ്വർണ്ണാഭരണങ്ങളും 7000 രൂപയും കവർന്നത്. കേസിലെ പ്രതി ആറ്റിങ്ങൽ സ്വദേശി ശ്യാംകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അവരൊന്നും ചെയ്തില്ല. കടയ്ക്കൽ സ്വദേശിനി ഓമന അമ്മയുടെ മാലയും കമ്മലും വളയുമടക്കം 5 പവൻ സ്വർണവും 7000 രൂപയും മൊബൈൽ ഫോണുമാണ് കഴിഞ്ഞ ദിവസം കവർന്നത്. പ്രതിക്ക് മുച്ചിറിയുണ്ടെന്നും തലയിൽ തൊപ്പി വച്ചിരുന്നെന്നും മദ്യപിച്ചിരുന്നെന്നുമുള്ള വയോധികയുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. ഈ 22ഓളം ആളുകളെ കേന്ദ്രീകരിച്ച് അവർ പോയ ലൊക്കേഷനിലൂടെ പരിശോധിച്ചു. അതിനുശേഷം നമുക്ക് റിലയബിൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയത് ഈ പറഞ്ഞ കേബിൾ നെറ്റ്വർക്കിൽ 2 വർഷം മുമ്പ് സ്ഥാപിച്ചിട്ടാണ്. അങ്ങനെ അയാളെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയപ്പോൾ ഈ വീട്ടിൽ പിന്നെ നേരത്തെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് TV നന്നാക്കുന്നതിനും കേബിള് നന്നാക്കുന്നതിനും ഒക്കെ പോയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു. മോഷ്ടിച്ച സ്വർണം വിൽപ്പന നടത്തിയ ജ്വല്ലറിയിലും ബാക്കി പണയം വെച്ച സ്വകാര്യ സ്ഥാപനത്തിലും ശ്യാംകുമാറിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 2 വർഷം മുമ്പ് കേബിൾ നെറ്റ്വർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ഓമനയമ്മയുടെ വീട്ടിൽ പ്രതി എത്തിയിരുന്നു. സാഹചര്യം നോക്കിവെച്ച ശേഷം കവർച്ച നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. കാസർഗോഡ് മഞ്ചേശ്വരത്തെ പ്രഭാകരൻ നൊണ്ടയുടെ കൊലപാതകം കൊട്ടേഷൻ എന്ന് പോലീസ്. സംഭവത്തിൽ അന്തർ സംസ്ഥാന ബന്ധം അന്വേഷിക്കുന്നതിനായി റിമാൻഡിലായ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഇക്കഴിഞ്ഞ 3-നാണ് പ്രഭാകരൻ നൊണ്ടയെ വീടിന് സമീപത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കേസിൽ ഇയാളുടെ സഹോദരനെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മഞ്ചേശ്വരം കളായിലെ പ്രഭാകരൻ നോണ്ടയുടെ കൊലപാതക കേസിൽ റിമാൻഡിലുള്ള പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കേസിൽ പ്രഭാകരൻ നോണ്ടയുടെ സഹോദരൻ ജയറാം നോണ്ട, കളത്തൂരിലെ മുഹമ്മദ് ഷെരീഫ്, ഹമീദ്, അബ്ദുൾ കരീം, മൊഗ്രാൽ പുത്തൂർ സ്വദേശി ഇസ്മയിൽ, അട്ടകോളി സ്വദേശി ഖാലിദ് എന്നിവരെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇതിൽ 3 പ്രതികളെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കൊട്ടേഷൻ കൊലപാതകമാണിതെന്ന് ഡിവൈഎസ്പി PK സുധാകരൻ പറഞ്ഞു. ഖാലിദ് നിന്നിട്ടാണ് ഈ പറയുന്ന ബാക്കി 4 പേർക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അതിൽ സലീമാണ് അതിലെ മെയിൻ പുള്ളി. അതിൻ്റെ ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. പൈസ കൊടുത്തതായിട്ട് ഇപ്പോൾ വിവരമില്ല. ഏത് രീതിയിലാണ് അത് ഡീൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ മനസ്സിലാവൂ. കൊട്ടേഷൻ ആണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അറസ്റ്റിലായ പ്രതികൾക്ക് മറ്റ് കേസുകളിലോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലോ ബന്ധമുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കും. കൊലപാതകം നടന്ന പ്രദേശത്ത് നേരത്തെയും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ മാസം 3-ന് പുലർച്ചെയാണ് മഞ്ചേശ്വരം കളായിൽ നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. സ്വത്ത് തർക്കവും സഹോദരങ്ങൾ തമ്മിലുള്ള മുൻ വൈരാഗ്യവുമാണ് കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ചുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. പോലീസ് പെട്രോൾ ഇനി പോകുന്നത് തലസ്ഥാനത്തേക്കാണ്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വിവിധ കേസുകളിൽ പ്രതികളായ 2 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ആറ്റിങ്ങലിൽ മധ്യവയസ്കനെ മൺവെട്ടിക്കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയും തട്ടുകടയിൽ കയറി പണവും സാധനങ്ങളും കവർന്ന കേസിലെ പ്രതിയുമാണ് പിടിയിലായത്. മധ്യവയസ്കനെ മൺവെട്ടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പള്ളിക്കൽ മൂതല സ്വദേശി അരുൺകുമാറിനെ അറസ്റ്റ് ചെയ്തത്. അരുൺകുമാറിന്റെ ആക്രമണത്തിൽ തലയ്ക്കും വായിലിനും ഗുരുതര പരിക്ക് പറ്റിയ പള്ളിക്കൽ സ്വദേശി അബ്ദുൾ ഷുക്കൂർ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അബ്ദുൾ ഷുക്കൂർ വാടകയ്ക്ക് കൊടുത്ത വീടിന് സമീപം അരുൺകുമാർ ബഹളമുണ്ടാക്കുന്നത് പറഞ്ഞു വിലക്കിയതിലുള്ള വിരോധമാണ് ആക്രമിക്കാൻ കാരണമെന്ന് പോലീസ് പറയുന്നു. തട്ടുകടയിൽ കയറി പണവും മേശയിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളും കവർന്ന കേസിലാണ് പള്ളിക്കൽ ദേശത്ത് സുനിൽ എന്ന സുധീർ പിടിയിലായത്. കഴിഞ്ഞ ദിവസം പള്ളിക്കൽ BSNL ഓഫീസിന് സമീപം രാജൻ നടത്തി വന്നിരുന്ന തട്ടുകടയിലാണ് സംഭവം. നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ.
സംസ്ഥാന ലോട്ടറിയുടെ മറവിൽ സമാന്തര ഇടപാടുകളും ചൂതാട്ടവുമൊക്കെ തകൃതിയായി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് തൃശ്ശൂർ ജില്ലയാണ്. ലോട്ടറി അടിക്കുമ്പോൾ അവസാനത്തെ 3 അക്ക നമ്പർ പ്രവേശിച്ചാണ് ചൂതാട്ടം. ഇങ്ങനെ ലോട്ടറി ചൂതാട്ടം നടത്തിയ 2 പേരെ കൂടി എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. സമാന്തര ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ ആകെ 7 പേർ എരുമപ്പെട്ടി പോലീസിന്റെ പിടിയിലായി. പരവൂർ, തളി, പിലാക്കാട്, വരമംഗലത്ത് വീട്ടിൽ മുഹമ്മദ് കുട്ടി, തിരുമിറ്റക്കോട്, കിഴക്കേത്തറയിൽ ഷിജു എന്നിവരാണ് ഒടുവിൽ പിടിയിലായത്. കേരള ലോട്ടറിയുടേതിന് സമാനമായ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇരുവരുടെയും പ്രവർത്തനം. കേരള ലോട്ടറിയുടെ അവസാനത്തെ 4 നമ്പറുകളിൽ ഏത് നമ്പർ വേണമെങ്കിലും വാട്സാപ്പിലൂടെ അറിയിക്കാം. ഒരു നമ്പറിന് 30 രൂപയാണ് ഈടാക്കുന്നത്. ഒരാൾ കുറഞ്ഞത് 10 നമ്പർ എടുക്കണം. കേരള ലോട്ടറി നറുക്കെടുപ്പ് കഴിഞ്ഞ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ സമ്മാനാർഹമായ അവസാന നമ്പറുകൾക്ക് ഇവിടെ നിശ്ചിത ഇരട്ടിത്തുക ലഭിക്കും. കൂലിപ്പണിക്കാരാണ് ഇടപാടുകാരിൽ ഏറെയും. വീട്ടമ്മമാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ കണ്ടെത്തിയത്. ജില്ലയിൽ വരവൂർ, തളി, തിച്ചൂർ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും സമാന്തര ലോട്ടറി കച്ചവടം നടക്കുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കാസർഗോഡ് നെല്ലിക്കട്ടയിൽ കുഴൽപ്പണവേട്ട. 21 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി നായന്മാർ മൂല സ്വദേശി ഹക്കീം അറസ്റ്റിലായി. മലപ്പുറം ചങ്ങരംകുളത്ത് കാർഷിക വികസന ബാങ്ക് ജീവനക്കാരൻ തൂങ്ങി മരിച്ച നിലയിൽ. CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ആലങ്കോട് സ്വദേശി കൃഷ്ണകുമാറാണ് മരിച്ചത്. തെലങ്കാനയിൽ വീട്ടിൽ നിന്ന് കാണാതായ നഴ്സിംഗ് വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട നിലയിൽ. വികാരാബാദ് ജില്ലയിലെ കാലാപൂർ സ്വദേശി ജുട്ടു സിരിഷ എന്ന 19-കാരിയാണ് മരിച്ചത്. ദേഹമാസകലം മുറിവേറ്റ നിലയിൽ കുളത്തിലാണ് മൃതദേഹം കണ്ടത്. സംഭവത്തിൽ സഹോദരി ഭർത്താവ് അനിലിനെ കസ്റ്റഡിയിലെടുത്തു. ഉത്തർപ്രദേശിൽ BJP പ്രാദേശിക നേതാവ് നിശാന്ത് ഗാർഗ് ദുരൂഹ സാഹചര്യത്തിൽ വെടിയേറ്റു മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ ഭാര്യ അറസ്റ്റിൽ. നിശാന്തിന്റെ ഭാര്യ സോണിയയാണ് പിടിയിലായത്. ഓരോ ശമ്പള പരിഷ്കരണം വരുമ്പോഴും നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പോക്കറ്റ് നിറയും. പക്ഷെ എത്ര കിട്ടിയാലും ചിലർക്ക് കിമ്പളം തന്നെ വേണം. ചെറിയ കാര്യങ്ങൾ പോലും നടക്കുന്നതിന് പാവപ്പെട്ടവരുടെ വരെയും കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്: പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.